ഹലോ ഗേയ്സ്, അപ്പോൾ നമുക്ക് ഇന്ന് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നക്കിൾ ബോൾ ഷൂട്ട് ചെയ്യുക അത് നോക്കാം. പിന്നെ വീഡിയോ നിങ്ങൾ ഒരിക്കലും അടിച്ച് കളയാതെ ഫുള്ള് കാണുക. അത്ര റിസ്ക് ഉള്ള ഷോട്ടാണ് നക്കിൾ ബോൾ എന്ന് പറഞ്ഞാൽ, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിന് മുമ്പായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മളിതിൽ ഒരുപാട് ഷൂട്ടിങ്ങിൻ്റെ ടെക്നിക്കും സ്കിൽസും ഒരുപാട് വരും. അതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളി. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ് ലാഗ് അടിപ്പിക്കണ ചെയ്യുക. അപ്പോൾ നമുക്ക് നക്കിൾ ബോൾ ട്രിക്ക് എങ്ങനെ നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് കോണ്ടാക്റ്റ് ഏരിയ. ഈ എയർ പോയിന്റിലായിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ബോൾ വെക്കുമ്പോൾ കറക്റ്റ് മിഡിലാക്കിയിട്ട് വെക്കുക എയർ പോയിന്റ്. പിന്നെ പറയാനുള്ളത്, ഒരു കാരണവശാലും വീഡിയോ നിങ്ങൾ അടിച്ച് കളയരുത്. അടിച്ച് കളഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. വീഡിയോ കണ്ടത് വെറുതെ ആയി പോകും. കാരണം ഫുട്ബോളിൽ തന്നെ ഏറ്റവും റിസ്ക്കുള്ള ഷോട്ടാണ് നക്കിൾ ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന സ്റ്റെപ്പ് കറക്റ്റ് ശ്രദ്ധിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് എയർ പോയിൻ്റ്, സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ ഷൂട്ട് ചെയ്യേണ്ട ഏരിയ. അപ്പോൾ ലേസിൻ്റെ ഈ അടിഭാഗം ഇവിടെ കൊണ്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യേണ്ടത്. നമ്മൾ സാധാ ഷൂട്ട് ചെയ്യുന്ന ഭാഗം കുറച്ച് മേലല്ലേ, അതിൻ്റെ ലേസ സൈഡിലേക്ക് അടിഭാഗം. ഓക്കെ, നമ്മൾ നോർമൽ ഷൂട്ടിൻ്റെയും നക്കിൾ ബോൾ ഷൂട്ടിൻ്റെയും കോണ്ടാക്റ്റ് ഏരിയ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നക്കിൾ ബോൾ കോണ്ടാക്റ്റ് ഏരിയ ഇതാണ്. ഓക്കെ, ഇനി തേർഡ് സ്റ്റെപ്പ് നമ്മളെ ബൂട്ടിൻ്റെ ഭാഗവും ബോളിൻ്റെ ഭാഗവും ഇതാണ് കറക്റ്റ് കോണ്ടാക്റ്റ്. തേർഡ് സ്റ്റെപ്പിലെ കോണ്ടാക്റ്റ്. ബോളിൻ്റെ കൊടുക്കേണ്ട പോയിന്റ് മറന്ന് കൂട്ടരടിക്കണ ആ ഭാഗം മറന്ന് സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പ് റെഡി ആയാലും അടി റെഡി ആവുള്ളൂ. രണ്ട് റെഡി ആവുന്ന കാര്യം. അപ്പോൾ ഇനി ഫോർത്ത് സ്റ്റെപ്പ് എങ്ങനെ നോക്കാം. ബോള് നമ്മൾ വെക്കുമ്പോൾ കറക്റ്റ് എയർ പോയിന്റ് സെൻട്രലാക്കിയിട്ട് വെക്കുക. എന്നിട്ട് മിഡിലാക്കി വെക്കുക, അല്ലെങ്കിൽ മിഡിലിന് താഴെ വെക്കുക. എന്നിട്ട് ഫൂട്ടും ബോളും തമ്മിൽ നമ്മൾ സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തതിന് ശേഷം ഒരു 4 സ്റ്റെപ്പ് നമ്മൾ ബാക്ക് നടക്കുക. 1 2 3 4. അതിൻ്റെ ശേഷം ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു സ്റ്റെപ്പാണ് നിൽക്കുക. ഇതാണ് നക്കിൾ ബോളിൻ്റെ 4th സ്റ്റെപ്പ്. ഈ 5th സ്റ്റെപ്പ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കീപ്പറേയും പോസ്റ്റും സ്കാൻ ചെയ്യുക. ആ സ്കാൻ ചെയ്തതിന് ശേഷം പിന്നെ ബോളും നമ്മൾ അടിക്കേണ്ട കോണ്ടാക്റ്റും ഇത് മാത്രം ഫോക്കസ് ചെയ്യുക. പിന്നെ നമ്മൾ പോസ്റ്റിൽ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളെ സ്കാനിങ് വരുന്നത് ബോളിൻ്റെ കോണ്ടാക്റ്റ് ഏരിയ മാത്രം. അപ്പോൾ ഇനി 6th സ്റ്റെപ്പ്, നമ്മളെ ലെഫ്റ്റ് ലെഗ് ഒന്ന് ബാക്കിൽ വെച്ച് കൊടുക്കുക. നമ്മളെ നോർമൽ ഷോട്ടിൽ നമ്മൾ സാധാരണ ഫ്രണ്ടിൽ ലെഗ് വെച്ചിട്ട് റൺ ചെയ്യുന്നുണ്ടാവും. ഇതിൽ നമ്മൾ ബാക്കിലേക്ക് കാല് വെച്ച് കൊടുത്തിട്ട് വേണം റൺ ചെയ്യാൻ. ഇനി നമുക്ക് 7th സ്റ്റെപ്പ് എങ്ങനെ നോക്കാം. നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി റൺ ചെയ്യുമ്പോൾ ടോയിൽ വേണം റൺ ചെയ്യാൻ. ഇതിൻ്റെ ഫൂട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ ടോയിലാണ് നമ്മൾ സ്റ്റെപ്പ് എടുക്കുന്നത്. നക്കിൾ ബോളിൻ്റെ മാസ്റ്റർ പീസ് ട്രിക്കാണ് ഈ ടോയ് സ്റ്റെപ്പ് ഇട്ടാ. അപ്പോൾ ടോയിൽ തന്നെ വന്ന് ഷൂട്ട് ചെയ്യാൻ എല്ലാവരും മാക്സിമം ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ മാസ്റ്റർ ട്രിക്ക് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് അതെങ്ങനെ നോക്കാം. നമ്മളെ ബോഡി റൺ ചെയ്ത് അടിക്കുമ്പോൾ നമ്മളെ ബോഡി ബെൻഡാക്കുക. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാൻ ബോഡി ബെൻഡാക്കിയിട്ടാണ് റൺ ചെയ്യുന്നത്. സ്റ്റാർട്ടിങ്ങിൽ ബോഡി ബെൻഡാക്കി റൺ ചെയ്യുക. അടിക്കുന്ന ടൈമിൽ ബോഡി ഒന്ന് നിർത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ കിക്ക് എടുക്കാൻ ടോയിൽ റൺ ചെയ്യുമ്പോൾ ആംഗിൾ ലോക്കാക്കിയിട്ട് വേണം റൺ ചെയ്യാൻ. ആംഗിൾ എപ്പോഴും ലോക്കായിരിക്കണം. നമ്മൾ ഏത് ഫൂട്ടറ്റാ കിക്ക് എടുക്കണം, ആ ഫൂട്ടിൻ്റെ ആംഗിൾ എപ്പോഴും ലോക്ക് ചെയ്തിട്ട് വേണം കിക്ക് എടുക്കാൻ. ശ്രദ്ധിക്കുക. ഒരു സ്റ്റെപ്പും കൂടി നമുക്ക് ലാസ്റ്റായിട്ട് പറയേണ്ടതുണ്ട്. നമ്മൾ ഷൂട്ട് ചെയ്ത ശേഷം നമ്മൾ ഏത് ലെഗറ്റാണ് ഷൂട്ട് ചെയ്യുന്നത്, ആ ഷൂട്ട് ചെയ്ത ലെഗ് വേണം ആദ്യം നിലത്ത് കുത്താൻ. പിന്നെ അതിനോടൊപ്പം തന്നെ അതിൻ്റെ ലെഫ്റ്റ് ലെഗ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അത് മറിഞ്ഞ് കിടക്കുന്നത് കാണാൻ പറ്റും. അതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ ഷൂട്ടിങ് ഒന്നും കൂടി പെർഫെക്റ്റ് ആക്കാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ റൊണാൾഡോ ആയാലും മെസ്സി ആയാലും നെയ്മർ ആയാലും ഒക്കെ അവർ ഷൂട്ട് ചെയ്യുമ്പോൾ ഓരോ ഓപ്പോസിറ്റ് ലെഗ് ഇതുപോലെ മറിയും. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ ഒന്നും കൂടി ഷൂട്ടിങ് പെർഫെക്റ്റ് ആവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഷൂട്ടിങ്ങിൻ്റെ പെർഫെക്ഷനും കിട്ടും. ബോൾ എയറിൽ പോയി ഡാൻസ് കളിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നല്ല പ്രാക്ടീസ് ചെയ്യുക. നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഷൂട്ടിങ് പെർഫെക്റ്റ് ആവുള്ളൂ. പിന്നെ നിങ്ങളോട് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രയും റിസ്ക്കുള്ള ഷോട്ട് ആയതുകൊണ്ട് തന്നെ ഒരിക്കലും വാമപ്പ് ചെയ്യാതെ സ്ട്രെച്ച് ചെയ്യാതെ ഒരിക്കലും ഷൂട്ട് ചെയ്യരുത്. കാരണം പെട്ടെന്ന് ഇഞ്ചുറി വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഗ്രോയിങ് ഇഞ്ചുറിയാണ്. സ്ട്രെച്ച് ചെയ്യാതെ ഡയറക്റ്റ് അടിച്ചു കഴിഞ്ഞാൽ അധികം വരാൻ ചാൻസ് കൂടുതൽ. ലിഗമെൻറ്റിനൊക്കെ പ്രശ്നം വരും. കാരണം നമ്മൾ അത്രയും ലോക്ക് ചെയ്ത് അടിക്കുന്നതുകൊണ്ട് ലോഡ് കൂടും. അപ്പോൾ സ്ട്രെച്ച് ചെയ്യുക, വാമപ്പ് ചെയ്യുക, നിർബന്ധമായും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ വരുന്ന അടുത്ത
ഷൂട്ടിങ്ങിൻ്റെ ട്രിക്കും ഡിപ്പിംഗ് ഷൂട്ടിങ്ങിൻ്റെ വീഡിയോസും വരുന്നുണ്ട്. പിന്നെ അതേപോലെ ബ്ലിറ്റ്സ് കർൾ ഷൂട്ടിങ്ങിൻ്റെ ടിപ്സും വരുന്നുണ്ട്. ബ്ലിറ്റ്സ് കർളിൻ്റെ ട്രിക്കും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വീഡിയോസൊക്കെ കിട്ടും. അപ്പോൾ അത് മിസ് ചെയ്യാതിരിക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടിക്കോളി. അപ്പോൾ ഗൈസ്, ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനും ചെയ്യണ്ടോ നിങ്ങൾക്ക് നോക്കണ്ടേ? അപ്പോൾ നമ്മളെ വീഡിയോസ് കാണാം.